ഗുഡ് മോർണിംഗ്. ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 9:44 ആയിട്ടുണ്ട്. നമ്മൾ ട്രേഡുകൾ ഒന്നും എടുത്തിട്ടില്ല. ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിൽ ട്രേഡ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ നമ്മുടെ ലൈനും കൂടെ ഡ്രോ ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ഇനി ക്ലോസ് ചെയ്യാൻ കുറച്ച് സെക്കൻഡ്സും കൂടെ ബാക്കിയുണ്ട്. ഈ ഒരു നല്ല ഇപ്പോൾ ഞാനൊരു പി സൈഡ് എൻട്രിയാണ് നോക്കുന്നത്. ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റമാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ക്യാൻഡിലിനെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഹൈലി ബുള്ളിഷ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇപ്പം ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ പി സൈഡിലേക്ക് എൻട്രി നോക്കുന്നത്. അപ്പോൾ അതിനൊരു കോൺഫിഡൻസ് വേണം. അപ്പോൾ ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ് ഈ ഒരു ട്രേഡിൽ. അപ്പോൾ നോക്കാം ഏതായാലും. പിന്നെ ഇനി ബുള്ളിഷ്നെസ് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളുടെ ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലൈനിനെ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിൽ എൻ്റർ ആവാം. ഇനി അതല്ല ബുള്ളിഷ്നെസ് ആണ് മാർക്കറ്റ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങേണ്ടി വരും. എൻട്രിക്ക് ശേഷവും ഒരു ബുള്ളിഷ്നെസ് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇന്നലെ ഞാൻ ട്രേഡ് എടുത്തത് മൊബൈലിലായിരുന്നു. അതാണ് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത്. ഞാൻ ഇന്നലെ ട്രാവലിങ്ങിലായിരുന്നു ജസ്റ്റ്. അപ്പോൾ അതാണ് ഞാൻ മൊബൈലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടത്. അപ്പം ഏതായാലും നമുക്ക് നമ്മളുടെ ലൈൻ ഓക്കെ, നമ്മുടെ ലൈനിനെ മാർക്കറ്റ് നമുക്ക് ട്രേഡിൽ എൻ്റർ ചെയ്തേക്കാം. ഓക്കെ, ഞാൻ ട്രേഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. 51,300 PE ആണ് നമ്മൾ ഇന്ന് ബൈ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു താഴത്താണ് കിട്ടിയെന്ന് തോന്നുന്നു. കറക്റ്റ് എക്സാക്ട്ലി ഒരു 224 ആ ഒരു 7 അല്ലേ, 4ലേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എൻട്രി എടുക്കാമെന്നാണ് വിചാരിച്ചത്. എക്സാക്ട്ലി ആ ഒരു പോയിന്റിലാണ്. അത് എക്സാക്റ്റ് ഒന്നും കിട്ടില്ല. നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ഓക്കെ, ഒരു 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 105 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പം 105 ആകുമ്പോൾ ഏകദേശം ഒരു 5,000+ ആണ് പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. നല്ലൊരു പെട്ടെന്ന് തന്നെ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നല്ലൊരു ഡൗൺ മൊമെൻറ്റം കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. താഴത്ത് ബൈ ചെയ്ത് വച്ചിരുന്ന എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ആ ഒരു ബുള്ളിഷ് ഫസ്റ്റ് ക്യാൻഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ബുള്ളിഷ് ഹാമർ ക്യാൻഡിലായിരുന്നു. ആ ഒരു ഹാമർ ക്യാൻഡിലിനെ താഴത്തെ എല്ലാവരും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവും. അപ്പം അറ്റ്ലീസ്റ്റ് അവിടം വരെ ഒരു മൊമെൻറ്റം ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും നമ്മൾ നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസുമായിട്ട് ഇൻഡക്റ്റാണ്. ഏതാദ്യം ഹിറ്റ് ചെയ്യുന്നു അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് ഇറങ്ങുന്നതായിരിക്കും. ഏതായാലും ഇപ്പം നമ്മളുടെ കോസ്റ്റിന് മേളിലാണ് റൺ ചെയ്യുന്നത്. ഏകദേശം ഒരു 1,500ൻ്റെ ലോസാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ട്രേഡേഴ്സ് മാർക്കറ്റ് ഒരു ഡൗൺഫോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും നമ്മളുടെ ടാർഗറ്റും കൂടെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. നമുക്ക് 502-ലാണ് നമ്മുടെ എൻട്രി. അപ്പം ഒരു 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 552-ൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റും കൂടെ പ്ലേസ് ചെയ്യാം. ഓക്കെ,
502 502.22 എൻട്രി എടുത്തു. +50 ആകുമ്പോൾ 552 നമ്മൾ നമ്മളുടെ ടാർഗറ്റും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് ഏതായാലും പ്ലേസ്ഡ് ആണ്. പക്ഷേ ഒരു പ്രശ്നം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്രയും ദൂരം മാർക്കറ്റ് കണ്ടോ, നല്ലൊരു ഫോള് കിട്ടിയിട്ട് പോലും മാർക്കറ്റിൽ പ്രീമിയത്തിൽ ഒരു ഹൈപ്പ് വരുന്നില്ല. അപ്പം വളരെ സ്ലോ ആയിട്ടാണ് പ്രീമിയം മൂവ് ചെയ്യുന്നത്. അതിപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇവിടുന്ന് ഒരു റിവേഴ്സലോ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ലോസും കാണിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ വേറൊരു സാധനം കാണാൻ പറ്റുന്നത്, ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെങ്കിൽ ആൾക്കാർ ഒരുപാട് പേര് സെല്ല് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് അവർ സെല്ല് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അപ്പം കണ്ടോ, അത്രയും ഇപ്പോൾ ഏകദേശം ഒരു 2000+ ഒരു 3000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കേണ്ട ടൈമാണ്. അത്രയും ഫോളോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ പ്രീമിയത്തിൽ അത്രയും ഒരു ഹൈപ്പും വരുന്നില്ല. അപ്പം ഏതാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ട്രേഡേഴ്സ്, മാർക്കറ്റ് ഏകദേശം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനേ ഇവിടുന്ന് മാനുവലി എക്സിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ മാനുവലി എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രേഡിൽ നിന്ന് ഒരു 3000 അടുപ്പിച്ച് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളുടെ ടാർഗറ്റ് ഇത് 50 പോയിൻറ്റ്സ് സ്പോട്ടിൽ മൂവ് ചെയ്തിട്ട് പോലും പ്രീമിയത്തിൽ ഒരു മൊമെൻറ്റം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്തത്. കാരണം ഇപ്പോൾ ഈ ഒരു ബ്രേക്ക് ഡൗൺ കണ്ടിട്ട് ഒരുപാട് പേര് അവിടെ സെൽ സൈഡിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. സോ അപ്പം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. പക്ഷേ പ്രീമിയത്തിൽ ഒരു മൊമെൻറ്റം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്തത്. സ്പോട്ടിൽ നമ്മുടെ ടാർഗറ്റ് എത്തിയ ഉടനെ തന്നെ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യുമായിരുന്നു. ഒരു 3000. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ചില ദിവസങ്ങൾ ഇങ്ങനെ ആയിരിക്കും. സോ അത് കുഴപ്പമില്ല. ഒരു ഓവറോൾ നമ്മൾ ബുക്ക് ചെയ്ത ടാർഗറ്റ് ഇതാണ്. ഒരു 3000 ടാർഗറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.